ഡിവോഴ്സ് പെരുകണ എന്താ? പെൺകുട്ടികളുടെ എല്ലാം കയ്യിൽ പൈസയാണ്. പെൺകുട്ടികളെന്താ കല്യാണം കഴിക്കാത്ത? പെൺകുട്ടികളുടെ എല്ലാം കയ്യിൽ പൈസയാണ്. അപ്പോൾ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരണേ. ഭർത്താവിനെ നോക്കാൻ പറ്റില്ല, കുടുംബം നോക്കാൻ പറ്റില്ല. ഒക്കെ സിമിലർ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഹസ്ബൻഡിനെയും കുടുംബത്തിനെയും നോക്കാൻ പറ്റില്ല. ഇത് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, അപ്പോൾ ഈ ഹസ്ബൻഡിനെയും കുടുംബത്തിനെയും നന്നാക്കേണ്ടത് പെണ്ണാണോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വരാറുണ്ട്. നിഖിലേക്ക് അങ്ങനത്തെ ഒരു ചിന്ത എന്തെങ്കിലും വന്നിട്ടുണ്ട്? ഞാൻ ഒരു കാരണവശാലും അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അത് വേണമെങ്കിൽ നിങ്ങൾ സ്വയം നന്നാവുക എന്ന് പറയുന്നതാണ് എൻ്റെ പോളിസി. ഞാൻ നിങ്ങളെ നന്നാക്കുകയില്ല, എനിക്ക് നിങ്ങളെ മോശമാക്കാനും താല്പര്യമില്ല. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിൽക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷെ എനിക്ക് അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവുക എന്ന് പറയുന്ന സ്പേസ് നമുക്കുണ്ടായിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു പരിധി കൂടുതൽ നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കരുത്. നമ്മൾ സഹിച്ച് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് എന്താ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്യൂച്ചറിലേക്ക് ആലോചിക്കുമ്പോൾ ചെയ്യാമായിരുന്നു, നമുക്ക് വേറൊരു ലൈഫ് ഉണ്ടായേനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് പല ആൾക്കാർക്കും ചെയ്യാൻ പറ്റാത്തത് ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ലാത്തതോ അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടായിരിക്കും അതില്ലാത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ഞാൻ എപ്പോഴും എൻ്റെ ഇപ്പം ഞാൻ സിനിമയിൽ വന്നതുകൊണ്ടാണ്. അല്ലാതെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു തോട്ടുണ്ട്. അപ്പം എൻ്റെ കൂടെ പഠിക്കുമ്പം ഞാനിത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിച്ചതൊരു മുസ്ലിം കോളേജിലാണ്, സർ സയ്യിദ് കോളേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ തന്നെ ഒരു 10-20 വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കും. ഞങ്ങൾ അവിടുത്തെ ഒരു സെറ്റപ്പിൽ അങ്ങനെയാണല്ലോ അപ്പം ഞാൻ എപ്പോഴും പറയും, ഇത് കഴിഞ്ഞിട്ട് പഠിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പഠിക്കും, ഭർത്താവ് പഠിക്കാൻ വിടും. ഞാൻ ഭർത്താവല്ല പഠിക്കാൻ വിടണം, നീ പഠിക്കുമോ എന്നുള്ളതാണ് ചോദിക്കണേന്ന്. അപ്പം ഞാൻ ഈ പറഞ്ഞ് ശല്യം ചെയ്തിട്ട് ഇപ്പോൾ പഠിച്ച ഡിഗ്രി എടുത്ത എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അതായത് എന്തൊരു ശല്യമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് നിങ്ങൾക്ക് അറിയില്ല, ഇപ്പം അറിയില്ല. അതായത് നാളെ എന്തെങ്കിലും, അതിപ്പം ഡിവോഴ്സ് തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി, ഭർത്താവിനൊരു ഫിനാൻഷ്യൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് വെറുതെ നോക്കി നിൽക്കുന്ന പോലത്തെ ഒരു സ്പേസിൽ നിങ്ങൾ വരരുത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കാറുമുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് നല്ല പഠിക്കുന്ന കുട്ടികളെയൊക്കെ ഒരു 18 വയസ്സിൽ കല്യാണം കഴിപ്പിച്ചു വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരെ കൊല്ലാൻ വിടുന്ന പോലത്തെ ഒരു തോന്നലാണ്. അപ്പം ഇപ്പോഴും എന്നോടും എൻ്റെ അമ്മ പറയും കല്യാണം കഴിക്കണം. എനിക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയി എന്നും എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് ചെയ്യാൻ തോന്നുന്നു അന്നേ ഞാൻ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ആർക്കും എന്നെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല. ഞാൻ കല്യാണം കഴിക്കില്ല എന്നല്ല, എനിക്ക് എപ്പോഴെങ്കിലും ഒരു കല്യാണം കഴിക്കണമെന്ന് തോന്നുമ്പോൾ എനിക്കൊരു റൈറ്റ് പേഴ്സൺ വന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം. അല്ലാണ്ട് ഫോഴ്സ് ചെയ്ത് ഈ സോഷ്യൽ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ഇന്ന പ്രായത്തിനുള്ളിൽ കല്യാണം കഴിക്കണം എന്ന് പറയുന്നത് എനിക്ക് ഓക്കെ അല്ല. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നിർബന്ധിച്ചിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുണ്ടോ അതൊക്കെ എനിക്ക് പാളിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കതിൽ വിശ്വാസമില്ല. ഞാനാ ചെയ്തെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. വേറൊരാൾ പറഞ്ഞിട്ട് ചെയ്യുന്നതിന് എനിക്ക് അവരുടെ തല്ല് കുറ്റം കെട്ടി വയ്ക്കാനല്ലാണ്ട് നമുക്കൊന്നും പറ്റില്ല. നിങ്ങൾ ഒന്നുകൂടെ നോക്കിയിരുന്നെങ്കിൽ, ഒന്നുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നതിലും എനിക്ക് ചോയ്സ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്കത് എടുക്കാമല്ലോ.